ഒരു വീഡിയോ എടുത്ത് അവർ കഴിച്ചു കൊടുക്കണം. ഞാൻ എങ്ങനെ പഠിക്കണ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ തുടങ്ങാണ് കേട്ടാ എന്റെ ഡെയിലി റൂട്ടീൻ. ഞാൻ കാലത്ത് 4 മണിക്ക് എഴുന്നേൽക്കും. അത് കുഴപ്പമില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞോളാം. അത് കുഴപ്പമില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞോളാം. ഞാൻ എഡിറ്റ് ചെയ്ത് സാലിയ. അപ്പൊ ഞാന് 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേറ്റിട്ട് 1 മണിക്കൂർ ഇരുന്ന് പഠിക്കും. 1 മണിക്കൂർ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണി ആവൂലോ. 5 മണി ആകുമ്പോഴാണ് അച്ഛൻ ഡ്യൂട്ടിക്ക് പോവാ. അപ്പൊ 5 മണിക്ക് ഡ്യൂട്ടി പോയിട്ട് അച്ഛൻ ഒരു കാപ്പി ചായ ഉണ്ടാക്കി കൊടുക്കും. അല്ല ശരിയല്ല, കറക്റ്റാ. പാവാണ് ഇപ്പൊ എനിക്ക് തന്നോളി. 2 ദിവസം പടിയായിരുന്നു. പിന്നെ പാവ അച്ഛനെ ചോദിച്ചു പോണതല്ലേ, ഞാനും കൂടി വാങ്ങൂടി എനിക്കുന്നതല്ലേ. അപ്പൊ അച്ഛൻ കൂടി ഉണ്ടാക്കി കൊടുക്കാം. അത് കറക്റ്റാ. അപ്പൊ 5 മണിക്ക് അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അമ്മ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. കാരണം അമ്മ കിടന്നുറങ്ങല്ല. അത് കാരണം അമ്മനെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ അരിക്ക് വെള്ളം വെക്കും ഞാൻ. രാവിലെ എന്നിട്ടാ ഞാനപ്പൊ വീണ്ടും ഇരുന്ന് പഠിക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ പോകാറുണ്ട്, വെള്ളം നിറച്ച് കൊണ്ടുപോകാറുണ്ട്. ഞാൻ അപ്പൊ പറയും എന്തിനാ അമ്മ ചെയ്തോളില്ലേ, ഇല്ല അമ്മക്കൊന്ന് തുടങ്ങിക്കോട്ടെ പറയാം. അത് സത്യട്ടാ, കുട്ടികൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാന് കുളിക്കും. രാവിലെ എഴുന്നേറ്റ് കുളിക്കും. കുളിച്ചു കഴിഞ്ഞിട്ട് ഞാന് ഭഗവാനെ പ്രാർത്ഥിക്കും. അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് ടൈം സ്പെൻഡ്. ഞാൻ ചിരിക്കില്ലേട്ടാ, ഉള്ള കാര്യം പറയല്ല. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോളാം. ഭഗവാനെ സൈഡിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അരിക്ക് വെള്ളം തിളച്ചിണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അടുത്ത പണി കൂട്ടാനുള്ള പണികൾ ഞാൻ നോക്കും. കൂട്ടാന് കറി വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ അമ്മേനെ എണിപ്പിക്കും. അമ്മേനെ എണിപ്പിച്ചിട്ട് അല്ല, അമ്മേനെ ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോ എണിപ്പിക്കാം. അമ്മ റെസ്റ്റ് എടുത്തോട്ടെ, ഞാൻ ഇപ്പൊ ലീവ് നോക്കല്ലേ.